ഹലോ ഗൈസ്, നമ്മുടെ 15 മിനിറ്റ്സ് ബ്രേക്കൗട്ട് സ്ട്രാറ്റജിയുടെ ബാക്ക് ടെസ്റ്റിലെ അടുത്ത ദിവസത്തിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ 29 ഓഗസ്റ്റിലെ ചാർട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് ടെസ്റ്റ് നോക്കാം ഇന്നത്തെ ദിവസം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നത്. നമ്മൾ നോക്കുമ്പം ഫസ്റ്റ് 29-ൽ ഫസ്റ്റ് ഒരു ബെയറിഷ് ക്യാൻഡിലാണ് വന്നിരുന്നത്. ഡെവലപ്പ് ആവുന്നൊരു ബെയറിഷ് ക്യാൻഡിലാണ്. രണ്ടാമത്തത് ബെയറിഷ് ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ താഴെ ഒരു ഇത് കൊടുക്കുന്നു. ഓക്കെ, 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതായത് 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഫസ്റ്റ് ഈ റെഡ് ക്യാൻഡിലാണ് ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ. 5, 10, 15. അപ്പോൾ 15 ക്യാൻഡിൽ ടോപ്പിൽ നമ്മളൊരു ലൈൻ വരച്ചു. ആദ്യം ഫസ്റ്റ് 5 മിനിറ്റ്സിൻ്റെ താഴെ ഒരു ബ്രേക്ക് ഡൗൺ. അതായത് ഇതാണ് ഈ പറയുന്നതാണ് ഇതിൻ്റെ ഉള്ള ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോഴായിരിക്കും നമ്മൾ നമ്മുടെ ട്രെൻഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പ് സൈഡിലേക്കാണെങ്കിലും ഡൗൺ സൈഡിലേക്കാണെങ്കിലും. ഓക്കെ, നമ്മുടെ ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്, ബട്ട് അതൊരു വലിയ ക്യാൻഡിലാണ്. അപ്പോൾ നമുക്കൊരു റീട്രേസ്, കാരണം അത് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ താഴത്തേക്ക് ചെറിയൊരു ഡൗൺ കിട്ടുവാണെങ്കിൽ നമുക്കൊന്ന് എടുക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് മുമ്പ് ഒരു ഡൗൺ വന്നിരുന്നു, അവിടെ നിന്ന് എടുക്കാമായിരുന്നു. ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം, കാരണം അത് റീപ്ലേ ആയതുകൊണ്ട് പോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി കിട്ടുമായിരിക്കും. അത് മറ്റേ ക്യാൻഡിലിൻ്റെ അവിടെ വെച്ച് തന്നെ ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറായിരുന്നു, ബട്ട് ഒരു കൺസോൾട്ടേഷൻ പോലെ എനിക്ക് തോന്നുന്നുണ്ടത്. ഓക്കെ, അതും നമുക്ക് ആ സ്ഥലത്ത് പോസ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും നമ്മൾ നേരത്തെ സത്യം പറഞ്ഞാൽ ബ്രേക്ക് ഔട്ടിലായിരുന്നു നമുക്ക് എടുക്കേണ്ട. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് മാറായിരുന്നു. എങ്കിലും ആ ബ്ലൂ ലൈനിലേക്ക് തിരിച്ച് വരുമോ എന്ന് നമുക്ക് നോക്കാം. കാരണം അത് ഇച്ചിരി നമുക്ക് 2:1 റേഷ്യോയിൽ 1:2 റേഷ്യോയിൽ നോക്കുമ്പോൾ ഓക്കെ അതും കിട്ടിയില്ല. എന്നാലും നമുക്ക് അവിടെ നിന്ന്, അതായത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഏകദേശം ഇവിടെ നിന്നൊരു അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കാനാണ്. അപ്പോൾ നമുക്ക് ഏകദേശം സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിട്ട് 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. നമുക്കൊന്നുകൂടി ആ ഒരു ലെവലിലേക്ക് വരുമോ എന്ന് നോക്കാം. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഓക്കെ കറക്റ്റ് നമുക്ക് ഇവിടെ നിന്നൊരു 100 ക്വാണ്ടിറ്റി നമുക്ക് ബൈ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതെനിക്ക് കൺസോൾട്ടേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ പക്ഷേ ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്, കാരണം നമ്മളിത് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്കങ്ങനെ റിസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും നമ്മളൊരു 30 ദിവസം ഈ പറഞ്ഞ 15 മിനിറ്റ്സ് ടൈം ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ഒരു 30 ദിവസം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നു. പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രം റിയർ മാർക്കറ്റിലേക്ക് നമ്മളത് അപ്ലൈ ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാറായെന്ന് തോന്നുന്നു. സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നു എന്നുള്ളത് അതായത് നമുക്കിതുവരെ യൂസ് ചെയ്തതിൽ നമുക്കൊരു ദിവസം പോലും ഇതുവരെ അതൊരു ലോസ് വന്നിട്ടില്ല. 2 ദിവസം. അപ്പം ഈ ദിവസമായിരിക്കും നമ്മുടെ ആദ്യത്തെ ദിവസം. എന്നിട്ട് ഞാനൊരു കുറേ നാളെ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നു. അതായത് നമുക്കതൊരു വലിയൊരു രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് തന്നിരിക്കുന്നു ഓൾറെഡി. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ദിവസവും നമുക്കിത് സക്സസ്ഫുള്ളി റൺ ചെയ്തു. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.